ഓം. നടരാജഗുരു രചിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം. അധ്യായം 11. വീർപ്പുമുട്ട്. ഭാഗം 2. ദുർഗമമായ മാർഗം എന്ന ഉപാധ്യായം. സന്യാസമെന്നാൽ പൂർവാശ്രമം വിട്ടു പോരുക എന്നർത്ഥമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരുവൻ നിരപേക്ഷ ജീവിത സരണിക്ക് ഹൃദയപൂർവം ആത്മാർപ്പണം ചെയ്തു കഴിഞ്ഞാൽ സാപേക്ഷ സ്വഭാവമുള്ളതോ കുടുംബപരമോ ആയ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ കെട്ടുപാടുകളും ബന്ധങ്ങളും വലിച്ചെറിയണം എന്നത് ഒരു നിയമമാണ്. പലവട്ടം പുകവലി നിശ്ശേഷം ഉപേക്ഷിച്ചതാണ് എന്ന് ഒരുവൻ പറയുന്നതിൽ തമാശ പോലെയല്ല ഇത്. സന്യാസത്തിൽ അന്തർഭവിച്ചിട്ടുള്ളത് സാപേക്ഷമായ എല്ലാ പൂർവ്വബന്ധങ്ങളും എന്നേക്കുമായി വലിച്ചെറിഞ്ഞു കളയുക എന്നതാണ്. ചിലർ പറയാറുണ്ട്, ഒരുവൻ മിക്കവാറും സന്യാസ ജീവിതമാണ് അവലംബിക്കുന്നത് എന്ന്. അതിനകത്തെ ശുദ്ധാബദ്ധം അവർ അറിയുന്നില്ല. ഒരു പടുകുഴി മുക്കാലും ചാടിക്കടന്നെന്നോ ഭാഗ്യക്കുറിയിൽ ഏകദേശം സമ്മാനം കിട്ടുന്ന നമ്പർ തന്നെ തനിക്ക് കിട്ടി എന്നോ പറയുന്നത് പോലെയാണ് അത്. അച്ഛൻ വലിയൊരു വേദാന്തിയായിരുന്നതുകൊണ്ട് മകൻ അതിൻ്റെ അടുത്തെങ്ങാൻ ചെന്നിട്ടുണ്ടെന്ന് അർത്ഥമാക്കേണ്ടതില്ല. നിരപേക്ഷതയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ശരി എന്നൊന്നില്ലെന്നത് അതിൻ്റെ സ്വഭാവമാണ്. അകളങ്കമായ പ്രേമത്തിൻ്റെ മാർഗം ഒരിക്കലും സുഗമമല്ല. എന്നാൽ സൗകര്യം പോലെയുള്ള പ്രേമം സുഗമമാക്കാവുന്നതാണ്. അതുപോലെ തികച്ചും നിരപേക്ഷമായ ജീവിതം നയിക്കാൻ എടുക്കുന്ന തീരുമാനത്തിൻ്റെ തന്നെ അടിയിലോ പിന്നിലോ 1000 തലയുള്ള വ്യാളി പതിയിരുന്നു കൊണ്ട് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാവും. ഗൃഹജീവിതത്തിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്കുള്ള മാറ്റത്തിൽ അന്തർഭവിച്ചിട്ടുള്ള ഇക്കാര്യത്തെപ്പറ്റി ഞാൻ ബോധവാനായിരുന്നു. അച്ഛനോടും അമ്മയോടും ഉള്ളതായാലും ഭാര്യയോടും ഭർത്താവിനോടും ഉള്ളതായാലും എല്ലാ ബന്ധങ്ങളും വേർപെടുത്തുക തന്നെ വേണം. യുദ്ധം സമ്പൂർണ്ണ സന്ധിയായാൽ അവസാനിക്കുമ്പോൾ വാൾ താഴത്ത് വെക്കണമല്ലോ. ഇതിൻ്റെ ഒരടയാളമായി സന്യാസിമാരെ കൊണ്ട് സ്വന്തം ശേഷക്രിയയ്ക്ക് സമമായൊരു ചടങ്ങ് നടത്തിക്കാറുണ്ട്. പുത്രനുള്ള ആളാണെങ്കിൽ അവൻ്റെ കയ്യിൽ അയാൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം മകനോടൊത്ത് കുറേ ദൂരം നടക്കുന്നു. എന്നിട്ട് തൻ്റെ മാർഗത്തിൽ നിന്ന് മകനെ പിന്തിരിപ്പിക്കുന്നു. അതോടുകൂടി അയാളുടെ മാർഗം ബന്ധുമിത്രാദികളിൽ നിന്നെല്ലാം വേർപെട്ടതായി തീരുന്നു. സങ്കര സ്വഭാവമുള്ള ആധുനിക തലമുറയിൽ പഴയ രീതികളുടെ എല്ലാം പുനഃപരിശോധിക്കാനുള്ള പ്രവണതയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുള്ള ക്രമീകരണം കൊണ്ട് ഗൃഹസ്ഥൻ്റെയും സന്യാസിയുടെയും ലോകങ്ങളിൽ ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു. വൃദ്ധനും യുവാവിനും പൊതുവായ താല്പര്യങ്ങളുണ്ടല്ലോ. അത്തരമൊരു പരീക്ഷണം നടത്തി നോക്കാനുള്ള പ്രവണതയായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ നിരപേക്ഷതയോട് സാപേക്ഷ താല്പര്യങ്ങളെ കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിച്ചാൽ എന്തെല്ലാം വിപത്തുകളാണ് സംജാതമാകുന്നതെന്ന് അന്നെനിക്ക് വിവരമുണ്ടായിരുന്നില്ല. പെട്രോളും വെള്ളവും കാറിനാവശ്യമാണെങ്കിലും അവ രണ്ടും കൂട്ടിക്കലർത്തി ഒഴിച്ചാൽ എന്ന പോലെ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് ശ്രീ ശങ്കരാചാര്യർ വിളിക്കുന്ന ഈ പ്രമാദം വലിയൊരു പൊട്ടിത്തെറിക്കലുണ്ടാക്കുന്ന ഏർപ്പാടായി തീരുമെന്ന് പിൽക്കാല ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാത്രമേ എനിക്ക് വെളിവായുള്ളൂ. പ്രത്യക്ഷത്തിൽ എല്ലാം ഭദ്രമാണെന്ന് തോന്നിയിരുന്നെങ്കിലും അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പോവുകയായിരുന്നു. അഥവാ എൻ്റെ കാലടികൾക്ക് താഴെയുള്ള ഭൂമി കുലുങ്ങാൻ പോവുകയായിരുന്നു. മഹാപുരുഷന്മാരുടെ ഉപദേശങ്ങൾ വകവയ്ക്കാതെ ആശ്രമത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുക എന്ന പൊറുക്കാനാവാത്ത തെറ്റ് ഞാൻ ചെയ്തു. ആശ്രമത്തിനടുത്തുള്ള ഹിൽ സൈഡ് എന്ന ഒരു വീട്ടിലേക്ക് അന്ന് എൻ്റെ മാതാപിതാക്കൾ മാറി താമസമായിരുന്നു. എനിക്കുള്ളതുപോലെ എൻ്റെ അച്ഛനും ഗുരുവിനോടുണ്ടായിരുന്ന ഭക്തിയാണ് എന്നെ ഈ പോക്കുവരവിന് പ്രേരിപ്പിച്ചത്.
അച്ഛൻ അന്ന് മൈസൂർ ഗവൺമെൻറ്റിലെ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങളോട് തൻ്റേതായ രീതിയിൽ സഹകരിക്കാൻ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്ന നിരപേക്ഷ സ്വഭാവത്തിന് ചേർന്നതായിരുന്നില്ല അച്ഛൻ്റെ രീതി. പിതൃപുത്ര മാത്സര്യം എന്ന ഉപാധ്യായം. കഠോപനിഷത്തിൽ ഒരു ബാലനായ പുത്രൻ്റെ കഥയുണ്ട്. അച്ഛൻ യാഗം പ്രമാണിച്ച് ദാനം ചെയ്യുകയാണ്. കറവ പറ്റിയ മുതുപശുക്കളെയാണ് ദാനം ചെയ്യാൻ കൊണ്ടുവന്നത്. അത് കണ്ട് അച്ഛൻ്റെ പ്രതിജ്ഞ സത്യസന്ധമായി നിറവേറ്റിക്കാൻ വേണ്ടി തന്നെ ദാനം ചെയ്തു കൊടുക്കാൻ മകൻ ആവശ്യപ്പെടുന്നു. അച്ഛൻ നടത്തിയ ദാനം വൈദികമായ സാപേക്ഷിക മൂല്യ പരിഗണനയനുസരിച്ച് തെറ്റൊന്നുമായിരുന്നില്ല. എന്നാൽ പുത്രൻ ബാലനും ബുദ്ധിമാനുമായിരുന്നതിനാൽ തൻ്റെ യുവസഹജമായ നിഷ്കളങ്ക നിരപേക്ഷ മനോഭാവപ്രകാരം അച്ഛനെ കൊണ്ട് കുറെ കൂടി ഹൃദയവിശാലതയോടും ഔദാര്യത്തോടും കൂടി ദാനം ചെയ്യിക്കണമെന്ന് കരുതി. മകൻ പരോക്ഷമായി തൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടുകയാണെന്ന് ബോധ്യമായ അച്ഛന് കോപമായി. സ്വയം ദാനം ചെയ്യപ്പെടുന്നതിന് സന്നദ്ധനായി നിൽക്കുന്ന ആ മകനോട് ക്രുദ്ധനായ അച്ഛൻ പറഞ്ഞു, നിന്നെ മൃത്യുവിനാണ് കൊടുക്കാൻ പോകുന്നത് എന്ന്. മൃത്യു എന്നത് സാപേക്ഷതയ്ക്കും നിരപേക്ഷതയ്ക്കും ഇടയിലുള്ള ഒരു വിരാമചിഹ്നമാണ്. ഇവിടെ അച്ഛനുണ്ടായ കോപം മാനസിക അപഗ്രഥന വിദഗ്ധന്മാർ പറഞ്ഞു പോരാറുള്ള പിതൃമനോഗ്രന്ഥി അഥവാ ഫാദർ കോംപ്ലക്സ് ആണ്. ഇത് ഈഡിപ്പസ് കോംപ്ലക്സിൻ്റെ ലഘുവായൊരു രൂപഭേദം മാത്രമാണ്. പിതൃപുത്ര ബന്ധത്തിലുള്ള ഒരു മാത്സര്യത്തിൻ്റെ രൂപത്തിൽ ഇത് ലോകത്തെവിടെയും കാണുന്നുണ്ട്. അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അസഹനീയത വന്നുകൂടുന്നു. പലപ്പോഴും മകൻ അയാളുടെ വികലമായ അഭിരുചികൾ വഴി അച്ഛനോട് മത്സരിക്കുന്നു. അത്തരം അഭിരുചികൾ രണ്ടു പേരിലുമുള്ളത് അവർ പരസ്പരം അറിയുന്നുമുണ്ടാവും. രണ്ടു പേരിലുമുള്ള നന്മയും പരസ്പരം അറിയുന്നുണ്ടെങ്കിലും ആ സന്ദർഭത്തിൽ അത് പ്രയോജനകരമാകാതെ പോകുന്നു. കാരണം നന്മ എപ്പോഴും നിരുപാധികവും നിരപേക്ഷവുമായ പരമ്പൊരുളിൻ്റെ പരമമായ സത്തയോട് ചേർന്നതാണല്ലോ. ഇത്തരം മാത്സര്യത്തിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഗ്രീക്ക് ട്രാജഡികളിൽ കാണാം. പ്രതിസന്ധികളുടെ വിവിധ ഘട്ടങ്ങൾ അവയിൽ വിവരിച്ചിട്ടുണ്ട്. തെസ്യൂസിൻ്റെയും ഹിപ്പോലിറ്റസിൻ്റെയും കഥകൾ പ്രത്യേകം എടുത്തു കാട്ടാവുന്നതാണ്. പലപ്പോഴും അഭിമാനിയായൊരു പിതാവ് പറയുന്നത് കേൾക്കാം, മകന് ഇപ്പോഴുള്ള അഭിപ്രായമൊഴികെ മറ്റെല്ലാറ്റിലും പൂർണ്ണമായ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിൽ താൻ അനുകൂലിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ മകൻ്റെ പ്രേമക്കാര്യത്തിലും ഇപ്പോൾ നിലവിലുള്ള തനിക്കിഷ്ടമില്ലാത്തതായ പ്രേമമൊഴികെ ഏത് പ്രേമക്കാര്യത്തിലും താൻ പ്രതിബന്ധമാകില്ല എന്ന് പറയുന്നതും കേൾക്കാം. ഇത്തരം മനോഭാവം പല കുടുംബങ്ങളിലും സാധാരണ കാണാറുള്ളതാണ്. നോവലുകളിലും നാടകങ്ങളിലും ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് വായിച്ചിട്ടുള്ളവർക്കറിയാം. മനുഷ്യ ജീവിതത്തെ അടുത്തറിഞ്ഞിട്ടുള്ളവർക്ക് അനുഭവത്തിൽ നിന്നും അറിയാം. എൻ്റെ കാര്യത്തിലും ഞാൻ ചില മുൻകരുതലുകൾ എടുത്തിട്ടും ഇത് സൂക്ഷ്മമായ രീതിയിൽ വെളിവാകാതിരുന്നില്ല. ദ്വിമുഖഭക്തി അസാധ്യം എന്ന ഉപപാഠം. രാമായണ കഥാനായകനായ ശ്രീരാമനെ 14 വർഷത്തെ വനവാസത്തിനയച്ചു. വനവാസത്തിന് പോകാൻ തയ്യാറായ ശ്രീരാമൻ്റെ മനോഗതിയെ വാഴ്ത്തിപ്പാടുന്നതിൽ ഭാരതത്തിലെ കർഷക ജനത ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. അച്ഛൻ പത്നിമാരിൽ ഒരാളോട് ചെയ്തു പോയ പ്രതിജ്ഞ പാലിക്കുന്നതിന് പുത്രൻ സഹിച്ച ത്യാഗത്തിനെയാണ് അവർ പ്രശംസിക്കുന്നത്. ആ സേതു ഹിമാചലം സാധാരണ ജനങ്ങൾ ശ്രീരാമൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതൃഭക്തിയുടെയും പേരിൽ കണ്ണുനീർ വാർക്കുന്നു. ഗാർഹിക ജീവിതത്തിൽ ഉത്തമനായ പുത്രൻ സ്വീകരിക്കേണ്ട ഒരു സദ്ഗുണമാണതെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ ഭരതലക്ഷ്മണന്മാർ കുടുംബത്തിലെ സഹോദര സ്നേഹത്തിൻ്റെയും മാനസിക ഐക്യത്തിൻ്റെയും ഉത്തമോദാഹരണങ്ങളാണ്. ഭാരതീയ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ എന്നും നിലനിൽക്കുന്ന പ്രാചീനമായ
ഈ ഉത്തമ മാതൃകകളുടെ സൂക്ഷ്മ പ്രഭാവത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഭാരതത്തിൽ ജനിച്ച എനിക്ക് സാധ്യമായിരുന്നില്ല. വിദ്യാലയ ജീവിതകാലത്ത് ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് പുതുതായി വന്ന യുവാവായ ഒരു അധ്യാപകനെ കളിയാക്കുമ്പോഴും അദ്ദേഹത്തോട് ഏതെങ്കിലും അനാദരം കാട്ടാൻ ഞാൻ മുതിർന്നിട്ടില്ല. എന്നിരുന്നാലും എനിക്കെൻ്റെ ഗൃഹബന്ധങ്ങളും അതിനോടൊത്ത് വന്നു ചേരുന്ന സാപേക്ഷമായ കടമകളുമെല്ലാം വലിച്ചെറിയേണ്ടി വന്നപ്പോൾ സാഹചര്യത്തിൻ്റെ പ്രേരണ കൊണ്ട് മാത്രം ഒരു തികഞ്ഞ റബലിനെ പോലെ പെരുമാറേണ്ടി വന്നു. ഇത് വായിക്കാനിടയാകുന്ന ഒരു യുവാവും ഇക്കാര്യത്തിൽ എൻ്റെ മാതൃക അനുകരിക്കാതിരിക്കട്ടെ എന്നാശിക്കുന്നു. ഉപനിഷത്തുക്കൾ പ്രഖ്യാപിക്കുന്നത് പോലെ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന മനോഭാവം അയാളിൽ സദാ വർത്തിക്കട്ടെ. അങ്ങനെ അയാൾ സ്വയം ഉദ്ധരിക്കപ്പെടട്ടെ. ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള നിരപേക്ഷത അവലംബിക്കുന്നതിൽ അയാൾ വിജയിയായി തീരട്ടെ. ദാരുണമായ യാതൊരു ഘടകവും അതിനെ വിഘാതപ്പെടുത്താതിരിക്കട്ടെ. തികഞ്ഞ പരസ്പര ധാരണ കൊണ്ട് ഇത് സാധ്യമാക്കാം. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇത് നടന്നില്ല. ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സ്വാന്തനം ലഭിക്കുകയില്ലെന്ന് എനിക്കറിയാം. ജീവിതം ദുരന്തമാകാതിരിക്കണമെങ്കിൽ ഇരട്ടത്താപ്പ് നയവും ജാനസിനെ പോലുള്ള ദ്വിമുഖ മനോഭാവവും ഭക്തിയുമെല്ലാം ഏതെങ്കിലും ഒരു വശത്തോട് പൊരുത്തപ്പെടുത്തി ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. സ്വധർമ്മത്തിനനുസരിച്ച് ആർക്കും ജീവിക്കാനാവൂ. ജീവിത ലക്ഷ്യത്തെ സംബന്ധിക്കുന്ന ദ്വിമുഖ ഭാവത്തെ ഒഴിവാക്കി ഒരുവനെ സംശയാത്മാവല്ലാതാക്കി തീർക്കുന്നതിൽ ഏറ്റവും വലിയ നിയാമക ഘടകമായിരിക്കേണ്ടത് പരമമായ ആനന്ദം തന്നെയാണ്. അത് പരമ്പൊരുളിനോട് ചേർന്നതുമാണ്. എല്ലാ വിചാരവികാരങ്ങളുടെയും ജീവിതത്തിൻ്റെ നല്ല നിലനിൽപ്പിന് തന്നെയും നിയാമക ഘടകമായിരിക്കേണ്ടത് ഈ പരമ്പൊരുൾ തന്നെയാണ്. അത് ജീവിതത്തിൻ്റെ ഏത് തലത്തിലും വരാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പൊതുവായ പരിഹാര മാർഗവുമാണ്. ഞാൻ ജീവിച്ചിരുന്ന സാധാരണ ജീവിതത്തിൻ്റെ സാപേക്ഷികതയുടെ തട്ടിൽ നിന്ന് അതിലേക്ക് ധീരമായി കുതിച്ചു ചാടാൻ തീരുമാനിച്ച സാഹചര്യങ്ങളുടെ വിവരണം തന്നെ നീട്ടിപ്പറയാനുള്ളൊരു കഥയാണ്. എന്നാൽ അത് ദീർഘിപ്പിച്ച് പറയാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. ആന്തരികവും ബാഹ്യവുമായ സംഘട്ടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വിരുദ്ധ ഘടകങ്ങളുടെ ഉപജാപം വീട് വിട്ടോടിപ്പോകാനുള്ള അവസാന തീരുമാനത്തിലാണ് എന്നെ കൊണ്ടെത്തിച്ചത്. 2ാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.